എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വാട്സാപ്പിലൂടെ മറ്റൊരു വ്യക്തിക്ക് മെസ്സേജ് അയക്കാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് ആ ഫോൺ നമ്പർ ആദ്യം നമ്മുടെ ഫോണിൽ സേവ് ചെയ്യും. അതിനുശേഷമാണ് വാട്സാപ്പിലൂടെ മെസ്സേജ് അയക്കുന്നത്. എന്നാൽ നമുക്ക് കൂടുതൽ പരിചയമില്ലാത്ത വ്യക്തികളുടെ നമ്പർ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാറ്റസിൽ അപ്ലോഡ് ചെയ്യുന്നത് അവർക്ക് കൂടി കാണുവാൻ സാധിക്കും. അത് ചിലപ്പോൾ നമ്മുടെ ഫാമിലി ഫോട്ടോകളും വീഡിയോകളും ആകാം. ഇങ്ങനെയെല്ലാം വരുമ്പോൾ പ്രൈവസി ഒരു പ്രശ്നമാണ്. എന്നാൽ നമ്മുടെ ഫോണിൽ നമ്പർ സേവ് ചെയ്യാതെ തന്നെ നമുക്ക് രണ്ട് മാർഗത്തിലൂടെ വാട്സാപ്പിലൂടെ മെസ്സേജുകൾ അയക്കുവാൻ സാധിക്കും. അപ്പോൾ ആ രണ്ട് മാർഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അതിനായി ആദ്യം വാട്സാപ്പിലെ ചാറ്റ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ചാറ്റ്സ് എന്നതിൽ താഴെ ഇതുപോലെ ഒരു ചാറ്റ് ഐക്കൺ സിമ്പിൾ കാണുവാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോണിലുള്ള വാട്സാപ്പ് കോൺടാക്റ്റുകൾ കാണുവാൻ സാധിക്കും. ആ കോൺടാക്റ്റുകളിൽ മുകളിൽ യു കോൺടാക്റ്റ് എന്ന് കാണാം. അതായത് നമ്മുടെ വാട്സാപ്പ് അക്കൗണ്ട് തന്നെ. അത് ഓപ്പൺ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണോ മെസ്സേജ് അയക്കുവാനുള്ളത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് ചെയ്യുക. അതായത് നിങ്ങൾ സാധാരണ ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്നത് പോലെ അയക്കുക. നമ്പർ സെൻഡ് ചെയ്തതിന് ശേഷം ആ നമ്പറിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ 3 ഓപ്ഷനുകൾ വരും. അതിൽ ചാറ്റ് വിത്ത് എന്നതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ആ കോൺടാക്റ്റ് ഓപ്പൺ ആകും. ഇനി നിങ്ങൾക്ക് ആ നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കാം. കോൾ ചെയ്യണമെങ്കിൽ കോളും ചെയ്യാം. ഇത് ഒരു മാർഗം. വാട്സാപ്പിലെ ചാറ്റ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ചാറ്റ്സിൽ താഴെ കാണുന്ന ചാറ്റ് ഐക്കൺ സിമ്പിളിൽ ടാപ്പ് ചെയ്യുക. അതിനുശേഷം മുകളിലായി ഇതുപോലെ ഒരു സെർച്ച് സിമ്പിൾ കാണുവാൻ സാധിക്കും. അതിൽ ടാപ്പ് ചെയ്യുക. എന്നിട്ട് ഇനി നിങ്ങൾക്ക് ഏത് നമ്പറിലേക്കാണോ മെസ്സേജ് അയക്കുവാനുള്ളത് ആ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്പർ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടു താഴെ നിങ്ങൾ ടൈപ്പ് ചെയ്ത നമ്പർ കാണിക്കും. ആ നമ്പറിൻ്റെ വലതുഭാഗത്ത് ഇതുപോലെ ചാറ്റ് എന്ന് കാണാം. അതിൽ ടാപ്പ് ചെയ്യുക. അപ്പോൾ ആ കോൺടാക്റ്റ് ഓപ്പൺ ആകും. ഇനി ആ കോൺടാക്റ്റിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകൾ അയക്കാം. അപ്പോൾ ഈ രണ്ട് മാർഗം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫോണിൽ നമ്പർ സേവ് ചെയ്യാതെ തന്നെ മെസ്സേജുകൾ അയക്കുവാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ എന്ന് തോന്നിയത് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.